ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെന്നുള്ളത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അവിടുത്തെ സെക്കൻഡ് ഇയർ OTT സ്റ്റുഡൻ്റ് ആയ അഞ്ജലിയുടെ ഒപ്പമാണ് കേട്ടോ ഉള്ളത്. അഞ്ജലി തൃശ്ശൂരുകാരിയാണ്, വടക്കാഞ്ചേരിക്കാരാണ്. സോ നമുക്ക് അഞ്ജലിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഹായ് അഞ്ജലി. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, ചേച്ചിയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഹർഷ എടുക്കാനായിട്ട് കാരണം? കാരണം എനിക്ക് OTT കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കാൻ. സിലബസ് ഒക്കെ എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? കുഴപ്പമില്ല. ഫസ്റ്റ് ഇയർ ആയാലും ഫസ്റ്റ് ഇയർ നമുക്ക് വരുന്നത് തിയറി ആണ് കൂടുതൽ വരുന്നത്. പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ആണ് നമുക്ക് പ്രാക്ടിക്കൽ അടക്കം പ്രാക്ടിക്കലും തിയറി ആയിട്ട് വരുന്നതല്ലേ. ഓക്കെ. പ്രാക്ടിക്കൽ സപ്പോസ് ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ലേ, സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? ഇല്ല, പ്രാക്ടിക്കൽ തുടങ്ങുന്നുള്ളൂ. ഇപ്പൊ തിയറി കഴിഞ്ഞ് ഇന്റേൺസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രാക്ടിക്കൽ തുടങ്ങുന്നത് വരുന്നതല്ലേ. അപ്പോ വേറെ പ്രോബ്ലം ഒന്നുമില്ല പഠിക്കാൻ? ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാ? ഫാക്കൽറ്റീസ് ഒക്കെ മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട് നമുക്ക്. ഇവിടെ ആണെങ്കിലും നമ്മുടെ മാനേജ്മെന്റ് ക്യാമ്പസിലായാലും നഴ്സിംഗ് ക്യാമ്പസിലായാലും മലയാളി ഫാക്കൽറ്റീസ് വരുന്നുണ്ട്. ഇവിടെ ആയാലും ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഒരു മലയാളി ഫാക്കൽറ്റിയാണ്. മാം ആണെങ്കിലും ഭയങ്കര എന്താ പറയാ, നല്ല വൈബായിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തരും. പക്ഷെ ഒരിക്കലും മലയാളത്തിലല്ലെങ്കിൽ കൂടെ നമുക്ക് രണ്ട് രീതിയിലും പറഞ്ഞു, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലും മലയാളത്തിലാണ് മലയാളത്തിൽ നമുക്ക് നന്നായി ക്ലാസ് എടുത്ത് തരുന്ന ഫാക്കൽറ്റീസ്. മിസ് എറണാകുളത്താണ്. കേട്ടോ മിസ്. അപ്പൊ മലയാളി ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജ് കൂടിയാണ്. അപ്പൊ പിന്നെ സപ്പോർട്ടീവ് ആണെന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോസ്റ്റലാണോ PG ആണോ ഇവിടെ നിൽക്കുന്നത്? ഞാനിപ്പോ റെന്റലിലാണ് നടക്കുന്നത്. ഇവിടെ PGയും ഹോസ്റ്റലും വരുന്നുണ്ടല്ലേ. ഓക്കെ. എങ്ങനെയുണ്ട് ഇപ്പൊ PGയിലേക്ക് റെന്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്? എങ്ങനെയുണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന സ്റ്റുഡൻസ് മലയാളീസ് ഒക്കെ ഉണ്ടോ? അതെ. ഇവിടെ കൂടുതലും ക്യാമ്പസിൽ മലയാളീസ് ആണ് കൂടുതലുള്ളത്. PG ആണെങ്കിലും ഹോസ്റ്റലാണെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എവിടെ നിൽക്കണം റെഫർ ചെയ്ത് നമുക്ക് നിൽക്കണത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്യാമ്പസിൽ നിൽക്കാം. ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. പുറത്താണെങ്കിൽ PGs ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? മലയാളി ഫുഡ് കുഴപ്പമില്ല. നമുക്ക് ദിവസവും നമുക്ക് കേരള റൈസ് അവൈലബിൾ ആണ് ഇവിടെ. അല്ലാത്ത കനേഡിയൻ റൈസും ഉണ്ട്. പക്ഷെ നമുക്ക് കേരള ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് ഇവിടെ കേരള റൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഫുഡൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിപ്പോ എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയാ, റീച്ചബിലിറ്റി ഒക്കെ എങ്ങനെയാ വരുന്നത്? അതെ, ഞങ്ങൾക്ക് ഈ ക്യാമ്പസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ഒരു ദൂരമേ ഉള്ളൂ. ഫേസ് 2 അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാംസും കാര്യങ്ങളും ഇവിടെയും വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫേസ് 2 ക്യാമ്പസിലും വരാറുണ്ട്. ഫേസ് 2 ക്യാമ്പസിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് ബസ്സും കാര്യങ്ങളും ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ എപ്പോഴാ പോകുന്നത്? പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്? കൾച്ചറൽ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞങ്ങൾ പറയുന്ന ഹർഷോത്സവമാണ്. ഈ മാർച്ചിൽ നമുക്ക് ഹർഷോത്സവം തുടങ്ങും. 4 ഡേയ്സിന്റെ പരിപാടിയാണ്. അപ്പോ കൾച്ചറൽ ഇവന്റ്സ്, സ്പോർട്സ് ആൻഡ് ലാസ്റ്റ് വൺ നമ്മുടെ ഈ DJ പരിപാടിയൊക്കെ വരുന്നത്. ആ ടൈമിൽ നമുക്ക് കൾച്ചറൽ ഇവന്റ്സ് കുറെ ഉണ്ട്. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മൊത്തം ക്യാമ്പസ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ അതിൽ പറയുമ്പോൾ നമ്മുടെ വെക്കേഷൻ വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ വെച്ചാൽ നമുക്ക് വെക്കേഷൻ ആയിട്ട് വരുന്നത് നമുക്ക് ഇപ്പൊ മലയാളീസും കന്നഡിയൻ സൈഡിലും ഹിന്ദിക്കാരും എല്ലാവരും വരുന്ന ബേസ് ചെയ്ത് കോളേജ് ആയതുകൊണ്ട് എല്ലാവരുടെയും ഇപ്പൊ എല്ലാവർക്കും അവരുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഓണം എന്ന് പറഞ്ഞാലും ക്രിസ്മസ് എന്ന് പറഞ്ഞാലും അത്ര നമ്മൾ ഇതായിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പർട്ടിക്കുലർലി ഇപ്പൊ ഓണത്തിനായാലും അതിന്റെ മലയാളീസും നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് എല്ലാ പരിപാടിയും കാര്യങ്ങളുണ്ട്. അപ്പൊ ക്രിസ്മസിനായാലും ഓണത്തിനായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വെക്കേഷൻ വരും. ഹർഷോത്സവം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വെക്കേഷൻ ഉണ്ടാവും. ചിലപ്പോൾ സെമ്മുകാർക്കാണെങ്കിൽ സെമ്മ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വെക്കേഷൻ, ഇയർ എക്സാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വെക്കേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വെക്കേഷനും കാര്യങ്ങളുണ്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഹർഷ എടുക്കാനായിട്ട് ഇപ്പൊ ഹർഷ എങ്ങനെയാ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഏജൻസി വഴി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ് അല്ലേ? അപ്പൊ ഫുഡ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നുണ്ടോ? ക്യാൻറ്റീൻ കുഴപ്പമില്ല. ക്യാൻറ്റീൻ ഇവിടെ ആണെങ്കിൽ അവിടെ ആണെങ്കിലും ക്യാൻറ്റീൻ ഉണ്ട്. മലയാളീസ് നടത്തുന്ന ക്യാൻറ്റീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. PG നടത്തുന്ന കൂടുതലും മലയാളീസ് നടത്തുന്നുണ്ട്. അവർക്ക് PG സ്റ്റുഡൻസിന് പ്രത്യേകം അവര് മലയാളീസിന് PGs മലയാളി നടത്തുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകം ഫുഡൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ? ഇപ്പൊ ഇപ്പൊ നമുക്ക് വാർഡന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും വാർഡനുണ്ട്. ഇവിടെ ആണെങ്കിലും വാർഡനുണ്ട്. ഞാനിപ്പോ കുറച്ചു നാള് ഇവിടെ നിന്നായിരുന്നു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് PGക്ക് എവിടെയെങ്കിലും മാറാം. ഹോസ്റ്റലില് നിന്നായിരുന്നു. അപ്പൊ ആ ടൈമില് നമുക്കിപ്പോ പുറത്ത് പോകണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് നമ്മുടെ എന്താ പറയാ റിക്വസ്റ്റ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്ത് നമുക്ക് അപ്പുറത്ത്, കാരണം ഒരാൾ മിസ്സിംഗ് ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് റിക്വസ്റ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് വാർഡനോട് പറഞ്ഞിട്ട് ചില സമയത്ത് നമുക്ക് സീനിയേഴ്സിന്റെ കൂടെ നമ്മുടെ മുതിർന്ന സീനിയേഴ്സിന്റെ കൂടെ നമ്മുടെ നഴ്സ് വീട്ടിലേക്ക് വിടും. അല്ലെങ്കിൽ വാർഡന്റെ കൂടെ ആയിരിക്കും നമ്മളൊക്കെ വിടുന്നത്. ഒരിക്കലും മിസ്സാവും കാര്യങ്ങളൊന്നും പാടില്ല. ആ ഒരു അത്യാവശ്യത്തിന് സെക്യൂർ ആയിട്ടുള്ള ഒരു ക്യാമ്പസും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് മിസ്സും
ഹോസ്റ്റലിനെ പറ്റിയും ക്യാമ്പസിനെ പറ്റിയിട്ടൊക്കെ ആൾ സംസാരിച്ചിട്ടുണ്ട്. മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട്, മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അഞ്ജലി അപ്പോൾ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഹർഷ ചൂസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒരു ക്യാമ്പസും ഇവിടുത്തെ കോഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? എല്ലാരും ഇപ്പൊ എന്താ പറയാ, ശരിയാണ്, ക്യാമ്പസ് ആണ്, കോളേജ് ലൈഫാണ്. ഞാൻ ഒരിക്കലും എന്താ പറയാ നാട്ടിലത്തെ പോലെ ഭയങ്കര ഫ്രീഡ് ആയിട്ട് ഇതാക്കി നിൽക്കാന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാ കോളേജിനും അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിതിവിടെ വന്ന് നമ്മളെ ശരിയാണ്, തുടക്കം വരുമ്പോ എനിക്ക് തന്നെ ഭയങ്കര ഹോം സിക്നെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അയ്യോ ഇവിടെ ഇതാക്കണോ, വീട്ടിൽ പോകണം, കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ വന്ന് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹർഷോത്സവം, കൾച്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് നമ്മുടെ കോളേജ് അങ്ങ് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു അപ്പോൾ നമ്മളെന്താ പറയാ എല്ലാം നമുക്ക് തരുന്ന ഒരു കോളേജാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരിക, പറ്റുന്നവര് വരിക, പഠിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഹർഷയിൽ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ അഞ്ജലിയുടെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും സ്റ്റുഡൻസിന് ഇനിയും റിവ്യൂസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ താങ്ക് യു അഞ്ജലി, താങ്ക് യു സോ മച്ച്.